Next question. A three-hinged parabolic arch is loaded as shown in figure. Calculate the location and magnitude of maximum bending moment in the arch and draw bending moment diagram. Figure തന്നിട്ടുണ്ട്. Figure check ചെയ്യാം. So archil 40 kilonewton എന്നൊരു point ലോഡും 10 kilonewton per meter എന്ന ലോഡും ഉണ്ട്. 10 kilonewton per meter right half full ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യുക, വെർട്ടിക്കൽ റിയാക്ഷൻ എ, വെർട്ടിക്കൽ റിയാക്ഷൻ ബി കാൽക്കുലേറ്റ് ചെയ്യുക, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. വെർട്ടിക്കൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സിഗ്മ വി ഇസ് ഈക്വൽ ടു 0, വി എ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു 40 ഇൻറ്റു 10 ഇൻറ്റു 20. അപ്പോൾ വി എ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു 240 എന്നൊരു ഇക്വേഷൻ കിട്ടും. ഇനി അടുത്ത് എന്ത് ചെയ്യണം, ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഓർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഇസ് ഈക്വൽ ടു 0 ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇവിടെ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഇസ് ഈക്വൽ ടു 0 ഇക്വേഷൻ കൊടുത്തു. അവിടുന്ന് വി ബി വാല്യൂ കിട്ടി 160 കിലോ ന്യൂട്ടൺ. അടുത്ത് എന്ത് ചെയ്യുക, മൊമെന്റ് അബൌട്ട് സി കാൽക്കുലേറ്റ് ചെയ്യുക. മൊമെന്റ് അബൌട്ട് സി ചെയ്യുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കിട്ടും. ഒന്നെങ്കിൽ ലെഫ്റ്റ് പോർഷൻ എടുക്കുക, ഇല്ലെങ്കിൽ റൈറ്റ് പോർഷൻ എടുക്കാം. അപ്പോൾ മൊമെന്റ് അബൌട്ട് സി ഇസ് ഈക്വൽ ടു 0. മൊമെന്റ് അബൌട്ട് സി ഇസ് ഈക്വൽ ടു 0 ചെയ്തപ്പോൾ -40 ഇൻറ്റു 10 -h ഇൻറ്റു 8 പ്ലസ് വി എ ഇൻറ്റു 20 ഇസ് ഈക്വൽ ടു 0. വി എ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എച്ചിൻ്റെ വാല്യൂ കിട്ടി 150 കിലോ ന്യൂട്ടൺ. അപ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ എ, വെർട്ടിക്കൽ റിയാക്ഷൻ ബി, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക, തന്നേക്കുന്ന ലോഡ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ പ്ലേസ് ചെയ്യുക. ഇനി ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉള്ളത് കൊണ്ട് നമുക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനകത്ത് മാക്സിമം മൊമെന്റ് ഏത് പോയിന്റിലാണ് കോസ് ചെയ്യുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചു. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെയ്തു തുടങ്ങാം. ലെഫ്റ്റ് സൈഡിൽ 80 കിലോ ന്യൂട്ടൺ അപ്വേർഡ്സ്. അപ്പോൾ ബേസ് ലൈൻ വരച്ചു. ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ, ഇത്രയും പോർഷനിൽ ലോഡൊന്നുമില്ല, സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ എന്തോന്നു 40 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡ്, ഷിയർ ജമ്പ് വന്നു. അപ്പോൾ 40 കിലോ ന്യൂട്ടൺ, ഇത്രയും പോർഷൻ ലോഡൊന്നുമില്ല, അതുകൊണ്ട് വീണ്ടും സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി എന്താ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് സ്പാൻ ലെങ്ത് 20. അപ്പോൾ അവിടെ വരുന്ന ലോഡിൻ്റെ വാല്യൂ എന്തായിരിക്കും, 10 ഇൻറ്റു 20 200 ആയിരിക്കും. 200ൽ എത്രയേ ഉള്ളൂ, 40 പോർഷന് ബേസ് ലൈനിന് മുകളിലുള്ളൂ. അപ്പോൾ റിമൈനിങ് എന്ത് 160 താഴത്തേക്ക് പോകും. ഇനി ആർ ബി വാല്യൂ എന്താണ്, 160 റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണ്, നെഗറ്റീവ്. അപ്പോൾ ഇതാണ് ഷിയർ ഫോഴ്സ് വാല്യൂ. ഇനി എന്ത് ചെയ്യുന്നു, ഈ എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ഡിസ്റ്റൻസിലാണ്, ബി എന്ന് അറ്റേ ഡിസ്റ്റൻസ് എക്സിലാണ് ഷിയർ ഫോഴ്സ് 0 ആകുന്നത്. അപ്പോൾ ഈ പോയിന്റിലായിരിക്കും എന്ത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആകുന്നതും ഈ പോയിന്റിലായിരിക്കും. ആ പോയിന്റ് നമ്മൾ ഇ എന്ന് പേര് കൊടുത്തു. ഇനി ഈ എക്സ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഷിയർ ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ രണ്ട് ലോഡ് ഫാക്ടർ മാത്രം എടുത്താൽ മതി. ബിക്കോസ് നമ്മൾ സെക്ഷൻ എടുത്തിരിക്കുന്നത് സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, സെക്ഷൻ്റെ റൈറ്റ് സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ നെഗറ്റീവ്, ഡൗൺവേർഡ് ഫോഴ്സ് ആണെങ്കിൽ പോസിറ്റീവ്. അപ്പോൾ ഡൗൺവേർഡ് ഫോഴ്സ് എത്രയുള്ള 10 കിലോ ന്യൂട്ടൺ, 10 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എക്സ്, 10x minus 160 is equal to 0. 10x minus 160 is equal to 0. Therefore, x is equal to 16 meters. അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടി. അറ്റ് എ ഡിസ്റ്റൻസ് 16 meter ഫ്രം ബി ഷിയർ ഫോഴ്സ് is 0. അപ്പോൾ നമുക്ക് എന്ത് പറയാം, മറ്റേ ഡിസ്റ്റൻസ് 16 meter ഫ്രം ബി ബെൻഡിങ് മൊമെന്റ് വിൽ ബി മാക്സിമം. ഇനി എന്ത് ചെയ്യാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് സപ്പോർട്ട് റിയാക്ഷൻസ് എ ആൻഡ് ബി സപ്പോർട്ട് റിയാക്ഷൻസിൽ മൊമെന്റ് 0 ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ മൊമെന്റ് വരയ്ക്കണം. ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഒരു മാക്സിമം മൊമെന്റ് വാല്യൂ ഉണ്ടാകും. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ മൊമെന്റിന്റെ ഷേപ്പ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് പാരബോളിക് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. മാക്സിമം ബെൻഡിങ് മൊമെന്റ്, മൊമെന്റ് അറ്റ് ടി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ സൈഡിലെ ഫോഴ്സ്, റൈറ്റ് സൈഡിലെ ഫോഴ്സ് മാത്രം എടുത്താൽ മതി. അപ്പോൾ എന്ത് വരും, 160 ഇൻറ്റു എക്സ് മൈനസ് 160 ഇൻറ്റു എക്സ് പ്ലസ് ആണ്. ബിക്കോസ് 160യുടെ എഫക്റ്റ് എന്താ വരുന്നത്, സാഗിങ് ആണ്, പോസിറ്റീവ് ആണ്. ഇനി 10 യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് 10ന്റെ എഫക്റ്റ് നെഗറ്റീവ് ആണ്, ബിക്കോസ് അവിടെ എന്താണ്, ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. 160 ഇൻറ്റു എക്സ് മൈനസ് 10x² ബൈ 2. എക്സിന്റെ വാല്യൂ കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 16 meters. അപ്പോൾ 160 ഇൻറ്റു 16 മൈനസ് 10 ഇൻറ്റു 16² ബൈ 2. Therefore, moment at 1280 kilonewton meter. ഇനി നമുക്ക് അടുത്ത പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം, മൊമെന്റ് അറ്റ് സി. മൊമെന്റ്
മൊമെന്റ് c കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 160 into 20 minus 10 into 20 square by 2. അപ്പോൾ മൊമെന്റ് അറ്റ് c കിട്ടും. മൊമെന്റ് അറ്റ് c 160 into 20 minus 10 into 20 square by 2, 1200. ഇനി എന്താ മൊമെന്റ് അറ്റ് d, മൊമെന്റ് അറ്റ് d കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ 80 into 10, അപ്പോൾ 800 കിലോ ന്യൂട്ടൺ മീറ്റർ. മൊമെന്റ് അറ്റ് d എന്നാണ് 800 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി അടുത്തത് എന്ത് ചെയ്യണം, HY ഡയഗ്രാം വരയ്ക്കണം. HY ഡയഗ്രാം എന്തായിരിക്കും, ആർച്ചിന്റെ ഷേപ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും HY ഡയഗ്രാം. HY ഡയഗ്രാം എന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. മാക്സിമം വാല്യൂ ഇവിടെ ആയിരിക്കും, ക്രൗണിലായിരിക്കും വരുന്നത്. അപ്പോൾ കിട്ടിയ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻറ്റു റൈസ്, ക്യാപിറ്റൽ H ഇൻറ്റു സ്മോൾ h. സോ 1200 ആയിരിക്കും ക്രൗണിൻ്റെ വാല്യൂ. ഇനി ഇതിനകത്ത് ഒരു വാല്യൂ കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അത് ഈ പോയിന്റ് D എന്ന് പറഞ്ഞ പോയിന്റിലെ HY വാല്യൂ കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ പോയിന്റിലെ HY വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെന്താ വേണ്ടത്, നമുക്ക് Y ഓർഡിനേറ്റ് കിട്ടണം. Y ഓർഡിനേറ്റ് കിട്ടാനായിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, നമ്മുടെ പാരബോളിക് ആണ് ആർച്ച്, പാരബോളിക് ആർച്ച് ആയതുകൊണ്ട് പാരബോളിക് ഇക്വേഷൻ എഴുതി y is equal to 4hx into L minus x divided by L square. ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എച്ചിൻ്റെ വാല്യൂം എക്സിൻ്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൈയുടെ ഓർഡിനേറ്റ് കിട്ടും. അപ്പോൾ h ഇൻറ്റു 6 അല്ലെങ്കിൽ h ഇൻറ്റു y ചെയ്യുമ്പോൾ നമുക്ക് ആ പോയിന്റിലെ മൊമെന്റ് കിട്ടി. മൊമെന്റ് d 900 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ്. സോ ഇനി രണ്ട് ഡയഗ്രാം കൂടി കമ്പൈൻ ചെയ്ത് വരച്ചു. സോ ഈ വരച്ചിരിക്കുന്നതാണ് ബീം മൊമെന്റ്. ബീം മൊമെന്റ് ഇയിൽ 800, 1200, 1280 അതേ കണക്ക് തന്നെ ഈ ഇപ്പം വരയ്ക്കുന്നതാണ് HY ഡയഗ്രാം. രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് നമ്മുടെ ഫൈനൽ മൊമെന്റ്. അപ്പോൾ ഇവിടെ എന്ത് വരും, നെഗറ്റീവ് വാല്യൂ വരും, ഇവിടെ പോസിറ്റീവ് വാല്യൂ വരും. ബീം മൊമെന്റ്, നമ്മുടെ റിസൾട്ടന്റ് മൊമെന്റ് എന്തായിരുന്നു, ബീം മൊമെന്റ് മൈനസ് HY. ബീം മൊമെന്റ് മൈനസ് HY. ഇവിടെ ബീം മൊമെന്റ് മുകളിൽ വന്നു, HY താഴെ വന്നു. അപ്പം ഇതെന്താണ്, പോസിറ്റീവ് ആണ്. ഇവിടെ എന്താണ്, ബീം മൊമെന്റ് താഴെയാണ് വന്നത്, HY എന്താണ്, മുകളിലാണ് വന്നത്. അപ്പോൾ റിസൾട്ടന്റ് മൊമെന്റ് നെഗറ്റീവ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ക്വസ്റ്റിനകത്ത് ഒരു കാര്യം കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്. മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എവിടെ വരുള്ളൂ, ഈ പോർഷനിലെ പോസിറ്റീവ് മൊമെന്റ് വരുള്ളൂ. ഈ പോർഷനിൽ എന്താണ്, നെഗറ്റീവ് മൊമെന്റ് ആണ്. അപ്പോൾ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് റൈറ്റ് ഹാഫിലേ വരുള്ളൂ. അപ്പോൾ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് കിട്ടാൻ എന്ത് ചെയ്തു, നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതുവാണ്. അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം B ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്നുള്ള അസംഷൻ എടുത്തിരിക്കുന്നത്. ബിക്കോസ് റൈറ്റ് ഹാഫിലാണ് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പോയിന്റിലെ മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതാം. മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതാനായിട്ട് നമുക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 10 into x square by 2 അതെന്തായിരിക്കും, നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്, ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. പിന്നെ VB into x, VB into x പോസിറ്റീവ് ആയിരിക്കും, പ്ലസ് VB into x. H into y എന്തുമായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ മൊമെന്റ് ഡിയുടെ ഇക്വേഷൻ എഴുതുക. മൊമെന്റ് അറ്റ് എക്സ്, നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് എക്സ് എന്നാ പേര് കൊടുത്തത്. അപ്പോൾ മൊമെന്റ് എക്സ് ഇസ് ഈക്വൽ ടു VB into x മൈനസ് H into y മൈനസ് 10 into x square by 2. ഇനി ഈ വൈയുടെ അടുത്ത് പാരബോളയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y is equal to 4hx into L minus x divided by L square. അതിനകത്ത് നമുക്ക് എച്ചിൻ്റെ വാല്യൂവും എല്ലിൻ്റെ വാല്യൂ അറിയാം, ആ വാല്യൂസ് കൊടുക്കുക. VBയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ മാക്സിമം മൊമെന്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, dmx divided by dx is equal to 0. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x. dmx by dx is equal to 0. ഇത് ആ mxനെ നമ്മൾ റിസോൾവ് ചെയ്ത് ചെറിയ ക്വാണ്ടിറ്റീസിലേക്ക് മാറ്റി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ചെറിയ ക്വാണ്ടിറ്റി പോലെ കിട്ടും, 40x minus 2x square.
ആ വാല്യൂവിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേഷൻ 40 മൈനസ് 4x ഇസ് ഈക്വൽ ടു 0. അപ്പോൾ x is equal to 10 meters. That means at a distance 10 meter from B point, bending moment will be maximum bending moment at a distance 10 meter from B point. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 10 meters the ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 400 മൈനസ് 200. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 200 kilonewton meters.